RSSനോട് സമാധാനം പാലിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നത് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എന്നും കോടിയേരി. കുഴിച്ചാലിൽ മോഹനം വധക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടണം. ഇതിൻ്റെ പിന്നിൽ ആസൂത്രണം നടത്തിയവരെ, കോൺസ്പിറസി നടത്തിയവരെ കണ്ടെത്തണം. RSS നടത്തുന്ന ഈ പ്രചരണത്തെ തുറന്നു കാണിക്കാൻ CPIM ദേശവ്യാപകമായി തന്നെ ഇത്തരം സംഭവങ്ങളെ തുറന്നു കാട്ടുന്നൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPMനെതിരായ തുടർച്ചയായ ആക്രമണവും വെല്ലുവിളിയും നടത്തുന്ന RSSൻ്റെ സമീപനം അത് തിരുത്തിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണം. പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് കേരളത്തിലെ RSSകാർ ഉപദേശിക്കണം ഇത്തരം സംഭവങ്ങൾ പിന്തിരിയാൻ. ബാർ ലൈസൻസ് അഴിമതിയിൽ കെ ബാബുവിനെ ചോദ്യം ചെയ്യും. ബാബു നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് നോട്ടീസ് നൽകി. വ്യവസായി VM രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത് പ്രമുഖ വ്യവസായി VM രാധാകൃഷ്ണനായിരുന്നു. പരാതിയിൽ ത്വരിത പരിശോധന നടത്തിയ വിജിലൻസ് സെൻട്രൽ റേഞ്ച് DYSP ഫിറോസ് ഷെറീഫ് ബാബുവിനെതിരെ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടികളെന്ന നിലയ്ക്കാണ് മുൻമന്ത്രി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. നാളെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബാബുവിന് നോട്ടീസ് നൽകി. ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലും മന്ത്രി എന്ന നിലയിൽ ബാബു നേരിട്ടിടപെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്നായിരുന്നു പരാതി. ത്വരിത പരിശോധനയുടെ ഭാഗമായി ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ധനേഷ്, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയത്. വനിതാ മാധ്യമപ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വിജിലൻസ് കോടതി മുറിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷക അതിക്രമമുണ്ടായത്. സംഭവത്തിൽ കണ്ടാലറിയുന്ന ഒരു സംഘം അഭിഭാഷകർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 വനിതാ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അസഭ്യവർഷം, ഭീഷണിപ്പെടുത്തൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ കാരണം അഭിഭാഷകർക്ക് നേരിട്ട് കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യമെടുക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനേറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ P. നായർ, LR രാഹുൽ എന്നിവർക്കും കണ്ടാലറിയുന്ന മറ്റ് 5 അഭിഭാഷകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ രതിൻ R, അരുൺ P. നായർ എന്നിവർ 2 കേസുകളിലും ഉൾപ്പെടുന്നു. മാധ്യമപ്രവർത്തകരുടെ 3 പരാതികളിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിഭാഷകർ ജുഡീഷ്യറിയെ പരിഹസിക്കുകയാണെന്ന് നിയമമന്ത്രി AK ബാലൻ. ഗവർണറുടെയും ചീഫ് ജസ്റ്റിസിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി അഭിഭാഷകർക്ക് അവസാന താക്കീത് നൽകിക്കഴിഞ്ഞതായും AK ബാലൻ കോഴിക്കോട് പറഞ്ഞു. തൂക്കാൻ വിധിക്കാൻ പോലും അധികാരമുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമുള്ള മോക്കറിയായിരിക്കും. ചീഫ് ജസ്റ്റിസ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല, ഗവർണർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല, മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ലത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞത്. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കൺസൾട്ടൻസി കരാർ അഴിമതിക്ക് പുറമെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അനുമതി സമ്പാദിച്ചതും വിവാദമാകുന്നു. നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി പ്രവർത്തിച്ചതെന്ന് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിക്കുന്നു. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമെന്നും വിലയിരുത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ 12 കിലോമീറ്റർ മാത്രം അകലെ സർക്കാർ ചിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി സമ്പാദിച്ചതിനെക്കുറിച്ചാണ് വിജിലൻസ് പ്രധാനമായിട്ടും അന്വേഷിച്ചു വരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുള്ള ജില്ലകളിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി അനുവദിക്കാൻ പാടില്ല. എന്നാൽ മകനെ ആശുപത്രി MD ആക്കാനും അതോടൊപ്പം ബാറുടമകളടക്കമുള്ള ഒരു പറ്റം പേരെ ചേർത്ത് സർക്കാർ ചിലവിൽ സ്വകാര്യ ആശുപത്രി പണിയുന്നതിനുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ശ്രമിച്ചത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഭാവിയിൽ വിവാദമാകുമെന്ന അപകടം മുന്നിൽ കണ്ട മുൻ മുഖ്യമന്ത്രി ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന ഒരു നോംസ് വെച്ചാൽ ഇവിടെ കോളേജ് വരില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്.
ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മറവിൽ സർക്കാർ പണം ചിലവഴിച്ചതും വയൽ നികത്താൻ അനധികൃതമായി അംഗീകാരം വാങ്ങിയതും അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അധികാര സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി സർക്കാർ പണം ചിലവഴിച്ചതും വിജിലൻസ് ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ രേഖകളാണിപ്പോൾ വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. ഇതിനുശേഷം MLA കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വിജിലൻസ് വകുപ്പ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേസിൽ നിർണായക വാദം നാളെ സുപ്രീം കോടതിയിൽ നടക്കും. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ നുണപരിശോധന ഹർജിയിൽ അറ്റോർണി ജനറൽ മുകുൾ റോഹ്തഗി ഹാജരാകും. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല സിപ്പാന്ത്, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് സൗമ്യ കേസിൽ നിർണായക വാദം കേൾക്കലിലേക്ക് കടക്കും. ഗോവിന്ദച്ചാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധന ഹർജിയിൽ ഇത് 2ാം ദിവസമാണ് വാദം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോഹ്തഗി ഹാജരാകും. സൗമ്യയുടെ അമ്മ സുമതി ഗണേഷിനു വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ലൂതറയും വാദിക്കും. തൃശൂരിൽ നടന്ന വിചാരണയ്ക്കിടയിലും പിന്നീട് ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എസ് സുരേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് ഇപ്പോൾ സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിക്ക് അനുകൂലമായി സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്ന സാക്ഷിമൊഴി പ്രോസിക്യൂഷൻ വിചാരണയ്ക്കിടയിൽ അംഗീകരിച്ചത് സുപ്രീം കോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടി. ഇതുപ്രകാരമാണെങ്കിൽ സൗമ്യയെ ഗോവിന്ദച്ചാമി തള്ളിയിട്ടു എന്ന് സംശയാതീതമായി ഉറപ്പിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സംശയം തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമം. തള്ളിയിട്ടതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദച്ചാമിയാണ് കാരണക്കാരെന്നാണ് സർക്കാർ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുറ്റാന്വേഷണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമോ ആയുള്ള ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയിൽ യാതൊരു വഴിവിട്ട നീക്കങ്ങളും അനുവദിക്കില്ല. പോലീസ് സേനയിലെ പരിശീലനക്രമം പരിഷ്കരിക്കും. സേനയിലെ വനിതാ പ്രാതിനിധ്യം 10% ഉയർത്താൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. മങ്ങാട്ടുപറമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കുറ്റാന്വേഷണങ്ങളിൽ യാതൊരുവിധ ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഭരണപരമോ രാഷ്ട്രീയപരമോ ആയ തടസ്സപ്പെടുത്തലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെയാണ് പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാണ്. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നും പൂജാ അവധിയിലും നിർത്തിവെച്ച സഭാ സമ്മേളനമാണ് നാളെ പുനരാരംഭിക്കുക. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും നിയമന വിവാദം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ആരോപണങ്ങൾക്ക് ശക്തമായ നടപടികൾ കൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. സെപ്റ്റംബർ 26 ആരംഭിച്ച 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്ന് നിരവധി തവണ സ്തംഭിച്ചിരുന്നു. ഒടുവിൽ MLA-മാരുടെ നിരാഹാര സമരം ആരംഭിച്ച് അത് ശക്തിപ്പെടുത്തി സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ഒരുങ്ങിയപ്പോൾ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഒക്ടോബർ 5-ന് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ പുനരാരംഭിക്കുമ്പോൾ ഏത് വിഷയമുയർത്തി ഭരണപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. എങ്കിലും സ്വാശ്രയ വിഷയത്തിൽ സമരം തുടരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം MLA-മാർക്കും UDF-ലെ ഘടകകക്ഷികൾക്കുമുള്ളത്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വഴിയില്ലാതെ അലയേണ്ടി വന്ന പശ്ചാത്തലം നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം ബന്ധുനിയമന വിവാദമുയർത്തി സമരം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതിനാൽ സഭാ സമ്മേളനത്തിൽ വിഷയമുയർത്തി സഭ സ്തംഭിപ്പിക്കാനും പ്രതിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലെ കൊലപാതകങ്ങൾ, സ്വാശ്രയ വിഷയം തുടങ്ങിയവയും മറ്റു ദിവസങ്ങളിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം, ബന്ധുനിയമനം സംബന്ധിച്ച ചീഫ് സെക്രട്ടറി തല അന്വേഷണം, ഇതൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കും. EP ജയരാജന്റെ രാജി നീളുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഓർക്കാപ്പുറത്ത് അടികിട്ടിയത് സമരത്തിന്റെ ആക്കം കുറയുമെന്ന വിലയിരുത്തലുമുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും 18, 19, 20 തീയതികളിലായി നടക്കും. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് നിയമസഭാ മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിൽ അക്രമം അഴിച്ചുവിട്ട് സർക്കാരിനെ പ്രതിരോധിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ബന്ധുനിയമനങ്ങൾ അന്വേഷിക്കാനുള്ള വിജിലൻസ് തീരുമാനം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സർക്കാരിനെതിരെ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ചാവും പ്രതിപക്ഷം സഭയിലെത്തുക. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങൾക്കും ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
നവംബർ 10 സഭാ സമ്മേളനം അവസാനിക്കും. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനു. ഭീകരവാദത്തിന്റെ മാതൃത്വം പാകിസ്ഥാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഭീകരവാദം തടസ്സം സൃഷ്ടിക്കുന്നു. ഭീകരവാദത്തിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടി 2ാം ദിവസവും ഗോവയിൽ തുടരുകയാണ്. എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ശക്തമായ ഭാഷയിൽ തന്നെയാണോ പ്രധാനമന്ത്രി ബ്രിക്സ് രാജ്യങ്ങളുടെ യോഗത്തിൽ തീവ്രവാദത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞത്? പ്രജീഷ്, പാകിസ്ഥാനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ അയൽരാജ്യമാണ്. ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഈ രാജ്യം. ഭീകരവാദത്തിന്റെ മാതൃത്വവും ഈ അയൽരാജ്യത്തിന്, ഇന്ത്യയുടെ അയൽരാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്താനും ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാനും ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സമായി മാറുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ പൗരന്മാർക്ക് ഈ ഭീകരവാദം വലിയ ഭീഷണിയായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഏതായാലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ബ്രിക്സ് ഉച്ചകോടിയിലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്. പ്രജീഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിയന്ത്രണരേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വ്യാപകമായി വെടിയുതിർത്തു. പുലർച്ചെ 5ഓടെ നൌഷേറ സെക്ടറിലെ 4 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈനികർക്ക് പരിക്കില്ല. പാക് അധീന കാശ്മീരിലെ മിന്നലാക്രമണത്തിന് ശേഷം വ്യാപക വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാക് സൈന്യം തുടർച്ചയായി കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കൂടുതൽ BSFനെ വിന്യസിച്ചു. നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പൂർണ്ണമായോ ഭാഗികമായോ കുത്തിവെപ്പെടുക്കാത്ത 34,892 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ഇനിയുമുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. എന്നാൽ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 31-നകം കുത്തിവെപ്പെടുക്കൽ പൂർത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായിരുന്നു തീരുമാനം. മുഴുവൻ കുട്ടികൾക്കും കുത്തിവെപ്പ് നൽകാനുള്ള തീവ്രയജ്ഞ പരിപാടികൾ ഇതോടെ തുടങ്ങി. സെപ്റ്റംബറിൽ 3728 കുട്ടികൾക്ക് കുത്തിവെപ്പ് നൽകി. ഇതിൽ 548 പേർ തീരെ കുത്തിവെപ്പെടുക്കാത്തവരായിരുന്നു. തീരെ കുത്തിവെപ്പെടുക്കാത്ത 5210 കുട്ടികളാണ് ആഗസ്റ്റ് അവസാനം ജില്ലയിലുണ്ടായിരുന്നത്. 33,440 പേർ ഭാഗികമായി കുത്തിവെപ്പെടുക്കാത്തവരും. ഇതിൽ ഇനി ആകെ അവശേഷിക്കുന്നത് 34,892 കുട്ടികൾ മാത്രമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഒക്ടോബർ 31-നകം ഇതുകൂടി പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതോടെ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അംഗീകൃത റോഡോ നടപ്പാതയോ പോലുമില്ലാതെ വനത്തിനും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്കുമിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് പഞ്ചിക്കലിലെ പട്ടികജാതി കോളനി നിവാസികൾ. പട്ടയം, കുടിവെള്ളം, ശ്മശാനം എന്നിവ ഉൾപ്പെടെ ചക്ലേ വിഭാഗത്തിൽപ്പെട്ട കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കാസർഗോഡ് ജാൾസൂർ അന്തർ സംസ്ഥാന പാതയിലെ കർണാടക അതിർത്തിയിൽ അവസാന ജനവാസ കേന്ദ്രമാണ് പഞ്ചിക്കലിലെ ചക്ലിയ SC കോളനി. 12ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവരിൽ പലരുടെയും കൈവശ ഭൂമിക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. 8 പതിറ്റാണ്ടായി ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. കോളനിയിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള അന്തർ സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്നതിന് റോഡില്ല. രോഗികളെ ചുമന്നുകൊണ്ട് റോഡിൽ എത്തിക്കുന്നതിനിടയിൽ 4 വർഷത്തിനുള്ളിൽ 8 പേർ മരിച്ചതായി കോളനി നിവാസികൾ പറഞ്ഞു. അടിയന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു റോഡ് വേണം. സുഖമില്ല എന്ന് പറഞ്ഞാൽ 300-350 മീറ്ററോളം നമ്മൾ പുറത്തിട്ട് തന്നെ റോഡിലേക്ക് എത്തണം. അതിനിടയിൽ ഒരു 5-8 പേര് ഇപ്പോൾ 2-3 വർഷമായിട്ട് മരിച്ചവരുണ്ട്. റോഡിലെത്തുമ്പോൾ 2-3 പ്രാവശ്യം 350 മീറ്ററിനിടയിൽ 4 എടുത്ത് വെക്കേണ്ടി വരുന്നു. പൊന്തിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പൊതുമരാമത്ത് റോഡിൽ നിന്നും കോളനിയുടെ അതിർത്തിയിലൂടെ പഴയ കൂപ്പ് റോഡുണ്ട്. ഇത് ഗതാഗത യോഗ്യമാക്കിയാൽ കോളനിക്കാർക്ക് ഉപയോഗിക്കാനാകും. ഇതിന് വനംവകുപ്പിന് അനുമതി വേണം. കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമെടുക്കാനാകുന്നില്ല. ശ്മശാനമില്ലാത്തതിനാൽ മരണപ്പെടുന്നവരെ ഇപ്പോൾ സംസ്കരിക്കുന്നത് വനത്തിലാണ്. ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൂര്യമേളയിൽ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി പെൺനടൻ എന്ന ഏകാംഗ നാടകം. അരങ്ങിൽ സ്ത്രീയായി മാത്രം അഭിനയിക്കേണ്ടി വന്ന നടന്റെ ആത്മസംഘർഷമാണ് നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. സിനിമാ നടൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ സംവിധാനം ചെയ്തതും വേഷമിട്ടതും. മന്ദകാലം കഴിഞ്ഞു
നാടകരംഗത്തേക്ക് നടിമാരെത്താത്ത കാലഘട്ടത്തിൽ പെൺവേഷങ്ങളിൽ മാത്രം അഭിനയിക്കാൻ വിധിക്കപ്പെട്ട പാപ്പുക്കുട്ടി ആശാൻ എന്ന കലാകാരന്റെ ജീവിതമാണ് പെൺനടൻ എന്ന ഏകാംഗ നാടകത്തിലൂടെ അരങ്ങിലെത്തുന്നത്. കുമാരനാശാന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി സീതയായും വാസവദത്തയായും ലീലയായും സാവിത്രിയായുമെല്ലാം പാപ്പുക്കുട്ടി ആശാൻ വേഷപ്പകർച്ച നടത്തുന്നു. ആണാണോ പെണ്ണാണോ എന്നോ കാണിച്ചു തരണോ? നോക്കിക്കോ, നല്ലതാണോ? നല്ല ഒന്നാം തരമാണ്. വർഷങ്ങളോളം നാടകവേദികളിൽ നിറഞ്ഞുനിന്ന പെൺവേഷത്തിനുള്ളിലെ ആൺശരീരം ഒടുവിൽ അരങ്ങൊഴിയുകയാണ്. നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെത്തിയപ്പോൾ വേഷങ്ങളിലൂടെ മാത്രം സ്ത്രീയായവൻ മാറ്റി നിർത്തപ്പെട്ടു. തന്റെ ഉള്ളിലെ പുരുഷനെ തിരിച്ചറിയാതെ ഭാര്യയടക്കം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ നടന്റെ ജീവിതം ആത്മസംഘർഷങ്ങളുടെ പകർന്നാട്ടമാകുന്നു. അപ്പോ ഞാൻ ആരായിട്ടാ ജീവിക്കേണ്ടത്? നാടക സിനിമാ നടനായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ എന്ന നാടകം സംവിധാനം ചെയ്ത് അഭിനയിച്ചത്. നാടകങ്ങളിൽ പെൺവേഷം ചെയ്തിരുന്ന അതുല്യ നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ആത്മകഥാംശമുണ്ട് ഈ നാടകത്തിന്. സൂര്യമേളയുടെ നാടകവേദിയിൽ പെൺനടൻ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കച്ചവട താല്പര്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുകയാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. മുംബൈയിൽ മലയാള ഭാഷാ പ്രചരണ സംഘം സംഘടിപ്പിച്ച നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യ ശരീരങ്ങളെ ഉപകരണങ്ങളെന്ന വണ്ണം കൈയാളുവാൻ ഭൂവുടമകൾക്ക് സാധിച്ചത് ജാതി വ്യവസ്ഥയിലൂടെയായിരുന്നുവെന്നും അടിമകളായ മനുഷ്യ ശരീരങ്ങളെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്കാണ് ഗുരു തുടക്കം കുറിച്ചതെന്നും ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അറിവിന്റെ ജനാധിപത്യവൽക്കരണം കൂടി, അറിവിനെ തന്നെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരു അധ്യാപനം വളരെ പ്രധാനമായിട്ട് സ്വീകരിക്കുന്നതും അധ്യാപനത്തിന് വേണ്ടി തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. വാശി കേരള ഹൗസിൽ സംഘടിപ്പിച്ച വിളംബര ശതാബ്ദി ആഘോഷത്തിൽ മലയാള ഭാഷാ പ്രചരണ സംഘം പ്രസിഡന്റ് ബിന്ദു ജയൻ അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി RD ഹരികുമാർ, ട്രഷറർ K പവിത്രൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഭക്ഷ്യദിനം. വിശപ്പും ദാരിദ്ര്യവും ലോകത്ത് നിന്നും തുടച്ചു നീക്കണമെന്നത് മനുഷ്യാവകാശമാണെന്നും അത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നും ലോക ഭക്ഷ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശപ്പ് വാഴുന്നിടത്ത് സമാധാനം നിലനിൽക്കുകയില്ല. വിശക്കുന്നവന് മുന്നിൽ യുക്തിയും മതവും പ്രാർത്ഥനയും വിലപ്പോവുകയില്ലെന്നത് പ്രശസ്ത റോമൻ ചിന്തകനായ സെനേക്കയുടെ വാക്കുകളാണ്. ആഹാരത്തിനുള്ള അവകാശം ഓരോ മനുഷ്യന്റെയും ജന്മസിദ്ധമായ അവകാശമാണെന്നത് ലോക ഭക്ഷ്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1945 രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ദാരിദ്ര്യത്തിനും വിശപ്പിനും കാരണമായ ഒട്ടേറെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള ബോധവത്കരണമാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും അവയുടെ ദൗർലഭ്യവുമാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പട്ടിണി നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷയും തന്നെയാണ് മറ്റെന്ത് വികസന ലക്ഷ്യങ്ങളെക്കാളും എക്കാലത്തെയും മനുഷ്യന്റെ സ്വപ്നം. ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക വിളകളുടെ സംരക്ഷണത്തിനുമായി ദശകോടികളാണ് ഓരോ വർഷവും ചിലവഴിക്കുന്നത്. ഇവ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ലോകത്ത് ഇപ്പോഴും നടക്കുന്ന പട്ടിണി മരണങ്ങൾ. കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തളർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. ഇവ പരിഹരിക്കാനുള്ള നടപടികളാകട്ടെ വേണ്ട വിധത്തിൽ ഫലം കാണുന്നില്ല. സമ്പന്നൻ വീണ്ടും സമ്പന്നനാകുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിശക്കുന്ന ആളുകളുടെ 70% ആളുകളും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അവിടെ കൃഷിയാണ് വിശപ്പടക്കാനുള്ള മാർഗവും ജീവിക്കാനുള്ള മാർഗവും. ലോകത്തെങ്ങും കാർഷിക മേഖലയ്ക്കുള്ള വിദേശ നിക്ഷേപം 20 കൊല്ലമായി കുറഞ്ഞു വരികയാണെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്.